ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും രോഗശാന്തി, അനേക മക്കൾക്ക് സുഖമില്ലാതെ എങ്ങനെയൊക്കെ ആയാലും എല്ലാവർക്കും ഈശ്വര കൃപയോട് എല്ലാവർക്കും സുഖം പ്രാപിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്ന, പ്രമിള സുനിൽ, ഗീതാ നായർ, വിജയ് ബിജു, നിർമ്മല രമേഷ്, ഇന്ദിരാദേവി, ജഗദമ്മ, രുക്മിണി മോഹൻ എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളും അതുപോലെ തന്നെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. നമുക്ക് ഏകാദശ സ്കന്ധം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവധൂത ഏത് സംവാദമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ഉദ്ധവർക്ക് ഭഗവാന്റെ കൂടെ എന്നെ കൂടി കൊണ്ടുപോകണം ഭഗവാന്റെ അടുക്കേക്ക്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരുപാട് കടമ്പകളുണ്ട് കടക്കാൻ. ഇതിന് ഏത് അവധൂത ഏത് സംവാദം, യദു രാജാവും അവധൂതനും കൂടെ നടത്തിയ സംവാദത്തെ പറ്റി ഭഗവാൻ അത് ഉദ്ധവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളതാ വായിച്ച് തീർത്ത്. ഏതാണ്ട് പിന്നെ ദേഹം വരെ പ്രകൃതിയിൽ 24 ഗുരുക്കന്മാരുടെയും വായിച്ചു. പിന്നെ സ്വന്തം ശരീരവും എൻ്റെ ഗുരുവാണെന്ന് അവധൂതൻ പറഞ്ഞ അതും കഴിഞ്ഞു. ഭഗവാൻ വീണ്ടും വീണ്ടും ഉദ്ധവർക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമ്മുടെ ദേഹം എപ്പോഴും ഇടതടവില്ലാതെ പ്രകാശിച്ചിരിക്കണം. അതിന് ഒരു വിറക് അഗ്നി ദാരുക്കളോടുകൂടി എങ്ങനെയാ അഗ്നി വിറകിനെ കത്തി ആ വിറകിലിരിക്കുന്ന സർവ്വ മാലിന്യങ്ങൾ അതിന് ഇന്ധനം. അത് കത്തിക്കഴിയുമ്പോൾ ആ തടി നല്ല കണല് എങ്ങനെ തിളങ്ങുന്നത്. അപ്പോൾ ജ്ഞാനാഗ്നിയാൽ അറിവാകുന്ന അഗ്നി നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ഒരു ഗുരുവിൻ്റെ മുഖത്തുനിന്ന് നമുക്കെല്ലാം കേൾക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ലോക ചിന്തകളാകുന്ന സർവ്വതിൽ നിന്നും എല്ലാം മുക്തി വരുമ്പോൾ എല്ലാ മാലിന്യങ്ങളും അറിവ് കൊണ്ട്, ജ്ഞാനമാകുന്ന അറിവ്, ആ ജ്ഞാനാഗ്നിയാൽ നമ്മൾ ആ വിറക് എങ്ങനെ തിളങ്ങും അതുപോലെ വെട്ടിത്തിളങ്ങും ഒരു ശരീരം. ഉള്ളിലെ സർവ്വ മാലിന്യങ്ങളും നീക്കാനാണ് അറിവ്. ആ ജ്ഞാനമാകുന്ന അഗ്നി അത് ഒരു ഗുരു നന്നായി ഒരു ശിഷ്യന് കൊടുക്കുമ്പോൾ, ഇവിടെ അവധൂതൻ യദുവിന് കൊടുത്തപ്പോൾ യദുവും തിളങ്ങി, അത് മുക്തനായി തീർന്നു. അതുപോലെ ഇവിടെ ഉദ്ധവർക്ക് ഭഗവാൻ ഇതെല്ലാം കൊടുക്കുന്നു, ഈ ഉപദേശങ്ങൾ. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ നമ്മൾ ഈ വിറകിൽ അറിവാകുന്ന അഗ്നിയിൽ നമ്മൾ ദേഹം എങ്ങനെ പ്രകാശിക്കണം. പരബ്രഹ്മം സ്വയം പ്രകാശമാണ്. അപ്പോൾ നമ്മളൊരു ഭക്തൻ അതുപോലെ സ്വയം പ്രകാശിക്കണം. നമ്മുടെ ശരീരം എങ്ങനെ നിർമ്മലമായ ശരീരമാക്കിയെടുക്കും. ഒരു ഗുരു ഈ ഉള്ളത്തിരിക്കുന്ന അഴുക്കൾ മൊത്തവും വചനമാകുന്ന അഗ്നി കൊണ്ട് ഭസ്മമാക്കി കളയും. അപ്പോൾ എല്ലാ മാലിന്യവും പോകുമ്പോൾ നമ്മുടെ ശരീരം വെട്ടിത്തിളങ്ങും, പ്രകാശം ഉണ്ടാകും, സ്വയം പ്രകാശിക്കും. ആ ഒരു എന്താ പറയുക, ഈ ഒരു വചനങ്ങളാണ് ഭഗവാൻ ഇവിടെ ഉദ്ധവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വായിച്ചായിരുന്നു. ആ വിറകിലിരിക്കുന്ന ഇന്ധനമാണല്ലോ വിറക് കത്തുന്നത്. അപ്പോൾ ആ വിറകിൽ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളാണെന്ന് കണ്ടോണം. അത് കത്തിക്കഴിഞ്ഞ് തീരുമ്പോൾ കണലിങ്ങനെ തിളങ്ങും. അതുപോലെ നമ്മുടെ സ്ഥൂല സൂക്ഷ്മങ്ങളായിരിക്കും ശരീരത്തിലുള്ള സർവ്വ മാലിന്യങ്ങളും ഭസ്മമാക്കുന്നത് എങ്ങനെയാ? ജ്ഞാനമാകുന്ന അഗ്നി, അല്ല തീയല്ല, അറിവാകുന്ന അഗ്നി കൊണ്ട് മൊത്തം അഴുക്കിനെ മാറ്റി സ്വയം പ്രകാശിപ്പിക്കും. അതാണ് നമ്മൾ വായിച്ചുകൊണ്ട് നമുക്ക് അത് തൊട്ട് വായിക്കാം. ഇനി എങ്ങനെ എന്നാൽ അഗ്നി ദാരുക്കളോടുകൂടി വൃക്ഷത്തിൽ എങ്ങനെയാ തീ കത്തുന്ന കൂടി മങ്ങിടാതത് ദഹിപ്പിച്ചുടൻ സ്വയമായി തടവില്ലാതെ മങ്ങത്തില്ല, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും, തിളങ്ങിയിരിക്കും. മങ്ങിടാതത് ദഹിപ്പിച്ചുടൻ സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ. എങ്ങനെയാ?
തടി ഇങ്ങനെ തിളങ്ങുന്നത് പോലെ. എന്ത്? ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളെ ദഹിപ്പിച്ചിടും. എന്തുകൊണ്ടാ? ജ്ഞാനമാകുന്നു ഒരഗ്നി സർവം ദഹിപ്പിച്ച്. അപ്പോൾ അറിവാകുന്ന അഗ്നി കൊണ്ട് നമ്മുടെ ഉള്ളിലെ സർവ മാലിന്യങ്ങളും ദഹിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളും പ്രകാശമുള്ളവരായി തീരും. ഈ അവധൂതൻ പ്രകാശിച്ച് അത്രമാത്രം ശോഭിച്ച് ആനന്ദനായിരിക്കുന്ന ആരാ കണ്ടത്? യദു. എന്താ ഇത്ര പരമാനന്ദത്തോടെ ആന വെള്ളത്തിൽ മുങ്ങി ഇരിക്കുന്ന അതേ ആനന്ദത്തിൽ ഇത്രയും പരമാനന്ദം എങ്ങനെ കിട്ടി? അത് എനിക്കും ഒന്ന് പറഞ്ഞു തരുമോ? ആ പരമാനന്ദം ഞാനൊന്ന് അനുഭവിക്കട്ടെ, എനിക്ക് ആ ആനന്ദത്തോട് എനിക്ക് പറഞ്ഞു തരുമെന്ന് യദു പറഞ്ഞപ്പോൾ ആ യദുരാജാവിന് അവധൂതൻ 24 ഗുരുക്കന്മാരോട് പറഞ്ഞ് അതും അദ്ദേഹത്തിൻ്റെ ദേഹവും എല്ലാം എനിക്ക് ഗുരുക്കന്മാരാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഉദ്ധവർക്ക് ഭഗവാൻ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ഒരു തടി എങ്ങനെ കത്തിത്തീരുമ്പോൾ, തീ കൊണ്ട് തടി കത്തിത്തീരുമ്പോൾ ആ അഗ്നി ജ്വലിച്ചിരിക്കുന്ന തിളക്കം എങ്ങനെയാ കണൽ, അത് ഇടവിടാതെ പ്രകാശിക്കും. നമ്മുടെ ദേഹവും അതുപോലെ പ്രകാശിക്കണം. ഒരു അവധൂതൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് യദു കണ്ടത്, എന്താ ഇതിങ്ങനെ? ഈ ലോകത്തുള്ള മറ്റെല്ലാവരും പല രീതിയിൽ വലിയ രാജാക്കന്മാരും സുഖം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഈ തേജസ്, ഈ പ്രകാശം, ഈ ആനന്ദം എങ്ങനെ ഉണ്ടായി എന്നാണ് യദു ചോദിക്കുന്നതും അതിൻ്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ മങ്ങിടാതെ അത് ദഹിപ്പിച്ചു, സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പിച്ചു. എന്താ? ആ വിറക് കത്തിത്തീർന്നപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളെ. നമ്മുടെ ഈ ഒരു സന്യാസിക്ക് ഇതൊക്കെയാ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉടലാകുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളെ ദഹിപ്പിച്ചു. നമ്മുടെ ഉള്ളത്തിൽ ഈ ശരീരത്തിനകത്ത് എന്തെല്ലാം അഴുക്കുണ്ടോ ഇതൊക്കെ ദഹിപ്പിച്ച്. എന്തും കൊണ്ട് ദഹിപ്പിക്കും? ഈ വിറക് കത്തുന്ന അഗ്നി അല്ല, അറിവാകുന്ന അഗ്നി. അറിഞ്ഞ് വരും. അതിൽ അറിവാകുന്ന ഈശ്വരൻ അറിഞ്ഞ് വരുമ്പോഴല്ലേ പ്രകാശം ഉണ്ടാകുമ്പോഴല്ലേ പരമാത്മാവ് നമ്മൾ വസിക്കുന്നതും നാം ആ പരമാത്മാവ് നാം തന്നെയാണെന്ന് അഹം ബ്രഹ്മാസ്മയായി മാറുന്നതൊക്കെ അങ്ങനെയല്ലേ? അതുകൊണ്ട് ജ്ഞാനമാകുന്ന ഒരു അഗ്നി സർവം ദഹിപ്പിച്ച് അഖണ്ഡമായി, പിന്നെ എങ്ങനെയാ നിർമ്മല പ്രകാശമായി, ഒരു അഴുക്കില്ലാത്ത ശുദ്ധമായ ഹൃദയം, അത് നിർമ്മലമാണ്. ആ നിർമ്മലത്തിൽ മാത്രമേ പ്രകാശം ഉണ്ടാവൂ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് എനിക്കും അങ്ങനെ ആകണം അമ്മേ എന്ന് പറയുന്ന മക്കളോട് ഞാൻ പറയുന്നു, മക്കളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രകാശിക്കണം. എല്ലാ അഴുക്കും മാറി നിർമ്മല ഹൃദയമായി വരുമ്പോൾ ഇതുപോലെ പ്രകാശിക്കാം. നിർമ്മല പ്രകാശമായി സർവസാക്ഷിയായി, സർവത്തിൻ്റെ സാക്ഷിയായിരിക്കുന്ന പരബ്രഹ്മം സ്വയം പ്രകാശിതനാണ്. നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഭഗവാൻ പ്രകാശിക്കണം. ആ പരബ്രഹ്മം നമ്മളായി തീരുമ്പോഴാണ്. അങ്ങനെ സർവസാക്ഷിയായി സർവാത്മാവായി സദാകാലം സർവവും താനായി പൂർണ്ണാനന്ദ കൈവല്യാത്മാവായി. അതുകൊണ്ടാണ് പൂർണ്ണ ആനന്ദം ആയിട്ട് ആ അവധൂതൻ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് ആ യദു കണ്ടത്. ഇത്ര പൂർണ്ണമായ ആനന്ദത്തോടിരിക്കുന്നത് കൈവല്യാത്മാവായി. അതായത് എന്താ? സർവത്തിൽ നിന്ന് വിമുക്തനായി മോക്ഷത്തിലേക്ക് കൈവല്യം പ്രാപിക്കുന്നത്. എന്നിട്ടോ നിർമ്മല പരബ്രഹ്മ അമ്പര സദൃക്കായി തന്മയമായി തന്നെ ശോഭിച്ച് നിന്നിടുന്നു. അത്ര പരബ്രഹ്മമായി അത്രമാത്രം ശോഭയോടുകൂടി നിൽക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം പരമാത്മാവിനെ ഗുരുവായി, ഒരു ഗുരുവും കൂടെ ഉണ്ട്, ഒരു ഗുരുവായി തന്നെ നമ്മൾ സങ്കല്പിച്ച് പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിപ്പിക്കണം. നമുക്ക് അറിവില്ല ഭഗവാനെ, ഒന്നിലൊരു സദ്ഗുരുവിനെ എനിക്ക് തരൂ, ഇല്ലെങ്കിൽ എനിക്ക് ഭഗവാൻ തന്നെ എനിക്ക് ഗുരുവായിരുന്നു. ഇത് വെറുതെ പഠിച്ച് ഈ നോട്ട് പഠിച്ച് വായിച്ചാൽ അതാവില്ല മക്കളെ. ഇതിങ്ങനെ ആകണമെങ്കിൽ കുറേ പ്രയത്നങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ ഈ അഴുക്കെല്ലാം ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഇത് നന്നായി ഈ വചനം ഉള്ളിൽ ഇറങ്ങണം. ഈ പറയുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇഴിഞ്ഞിറങ്ങി അമൃത പോലെ അത് ഭക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും പോയി വരുമ്പോഴാണ് നമ്മൾ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് തന്മയമായി തന്നെ ശോഭിച്ച് നിന്നിടുന്നു. ഇവിടം വരെ നമ്മൾ വായിച്ചത്. ഇങ്ങനെ ഇരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്ന് തിങ്ങിയുണ്ടായ മായാഗുണത്തെ സ്വീകരിച്ചു കാലരൂപനാം പരമാത്മാവ് സനാതനൻ സ്ഥൂല സൂക്ഷ്മങ്ങളാദിയാകിയ ദേഹങ്ങളെ കൈക്കൊണ്ടിടുന്നതെന്നും അറിഞ്ഞുകൊള്ളുക നീയും. ഭഗവാൻ പരമാത്മാവ് ഇതാണ്. ഈ പരബ്രഹ്മമൂർത്തി ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നു. ഇങ്ങനെ കാലരൂപനായിരിക്കുന്ന ഈ പരമാത്മാവായ സനാതനൻ എന്ത് ചെയ്യുന്നു? സ്ഥൂല സൂക്ഷ്മങ്ങളാദിയാകിയ നമ്മളെപ്പോലുള്ള ദേഹങ്ങളെ കൈക്കൊണ്ടിടുന്നു എന്നറിഞ്ഞുകൊള്ളുക ഉദ്ധവരോട് പറയുന്നു. ചൊൽക്കൊണ്ട മായാ ഗുണസംസാരം
ആത്മാവിങ്കൽ ബന്ധിക്കയില്ല. ഈ ചൊൽക്കൊണ്ട മായാഗുണ സംസാരം, മായ അത് പരമാത്മാവിൻ്റെ തന്നെ മായ എന്താണ്? ത്രിഗുണങ്ങളാണ്. മായാ ഗുണം ഈ സംസാരം, ഇത് ഈ പ്രപഞ്ചം സംസാരമാണ്. അത് എന്തു വരുന്നു? ഈ കണ്ടതെല്ലാം പരമാത്മാവിൽ ബന്ധിക്കയില്ല. ഭഗവാന്റെ തന്നെ മായയാണ്. പക്ഷേ ഈ ഗുണങ്ങളൊന്നും തന്നെ പരമാത്മാവായിട്ട് ഒരു ബന്ധവും ഇല്ല, ബന്ധിക്കയില്ല. ബന്ധം തോന്നുന്നത് എന്താണ്? അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനത്താലാണ്. നമുക്കെല്ലാവർക്കും ഇതാണ് സംഭവം. നമുക്ക് തോന്നും ഇതെല്ലാം നമ്മളിങ്ങനെ ബന്ധിച്ച് നമ്മളെ ഉള്ളത്തിരിക്കുന്ന പരമാത്മാവ് ഇതിനെ നമ്മൾ തിരിച്ചറിയാതെ ദേഹം ആണ് ഈശ്വരൻ, ഞാൻ ദേഹമാകുന്നെന്ന് കരുതുന്നവർക്കാണ് ഈ ബന്ധനം ഇരിക്കുന്നത്. അതേസമയം അറിവുള്ള ജ്ഞാനികൾക്കറിയാം ആത്മാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതായത് ദേഹം വേറെയായി നിൽക്കുന്നു, പരമാത്മാവ് നമ്മുടെ ദേഹത്തിലെ ആത്മാവ് വേറെയായി നിൽക്കുന്നു. ഈ പ്രവൃത്തിയോ കർമ്മങ്ങളോ ഒന്നും ഇതിനെ ബന്ധിക്കുന്നില്ല, ഈ ആത്മാവിനെ. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ദേഹം മരിച്ചു പോകുന്നു, ആത്മാവ് നിലവിളിക്കുന്നു, അയ്യോ എൻ്റെ ദേഹം പോയേന്നും പറഞ്ഞ് എവിടെങ്കിലും ആത്മാവ് കരയാറുണ്ടോ? സുഖമായിട്ട് ആത്മാവ് എന്ത് ചെയ്യുന്നു? ഇത് കീറി പറഞ്ഞൊരു വസ്ത്രം എടുത്ത് കളഞ്ഞു, അടുത്ത സുന്ദരമായൊരു വസ്ത്രത്തിനകത്ത് എത്രമാത്രം ഭാവനയാണ് ആ ആത്മാവിന്. നമ്മുടെ ഭാവന പോലെയാണ് ഭാവിക്കുന്നത്. വേറൊരു ദേഹം എടുത്തെങ്കിലും അത് നോക്കിക്കണ്ടെടുക്കും. എന്ത് രീതിയിലാണ് എനിക്ക് വേണ്ടത്, ഏത് ദേഹത്തിലാണ് വസിക്കേണ്ടത്, ഇത് ഉത്തമമായൊരു ദേഹം വേണോ, അതോ ദുഷ്കർമ്മം ചെയ്യുന്ന ദേഹം വേണോ, അതോ സത്വ ഗുണമായിരിക്കുന്ന ഒരു പരമാത്മാവിനെ അറിയുന്ന ഒരു ഭക്തനായിട്ടുള്ള ജന്മം വേണോ, അങ്ങനെയുള്ള ദേഹത്തിൽ കയറും. അപ്പോൾ ആത്മാവ് ഈ ദേഹം പോയെന്ന് പറഞ്ഞ് ഒരു ദുഃഖവും ആത്മാവിനില്ല. അപ്പോൾ മനസ്സിലാക്കണം യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ബന്ധിക്കയില്ല. ബന്ധം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനത്താൽ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അറിവുണ്ടാവും, നിങ്ങളും പറയും ശരിയാ അമ്മ പറയാം, ദേഹം മരിക്കുമ്പോൾ ആത്മാവിന് ഒരു കരച്ചിലും ഇല്ല, സന്തോഷമായിട്ട് അതതിൻ്റെ പാട് നോക്കി മാറിപ്പോകുന്നുണ്ട്. അവിടെ എങ്ങും കെട്ടിട്ട് കിടക്കുന്നത് എൻ്റെ ദേഹം പോയി എന്ന് പറഞ്ഞ് ആത്മാവിന് എവിടെയെങ്കിലും കരയാറുണ്ടോ? അതുകൊണ്ട് ബന്ധിക്കയില്ല. ബന്ധം തോന്നുന്നെങ്കിൽ അതെന്താണ്? അജ്ഞാനത്താലാണ്, അറിവില്ലായ്മ കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാറിയില്ല. അതുകൊണ്ട് ബന്ധബുദ്ധിയെ നിരസിക്കും ആചാര്യൻ നൂന. അങ്ങനെ നമുക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് വേണം? ബന്ധബുദ്ധിയെ, അങ്ങനെയുള്ള ബന്ധമാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് നിരസിക്കണമെങ്കിൽ ഒരു സൽഗുരു വേണം, ഒരു ഗുരു വേണം. ആചാര്യൻ അതിനെ മാറ്റി കൊടുക്കും, അല്ലാതെ നമുക്ക് മാറത്തില്ല ചിലർക്ക്. ഇപ്പം ഞാനിത് പറയാണ്ട് നിങ്ങളെങ്ങനെ അറിയും? അപ്പോൾ അതിനെ നന്നായി ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങാൻ ഒരു സൽഗുരുവിന് സാധിക്കും. ആ സൽഗുരു ഇതിനൊക്കെ വേദം ഓതി തരുമ്പോൾ നിങ്ങൾ ആ സൽഗുരുവിൻ്റെ കൃപയാൽ പരമാത്മാവായ കൃഷ്ണൻ തന്നെ ഉള്ളത്തിൽ മതി. ആ കൃപയോടുകൂടി ഇരിക്കുമ്പോൾ പരമാത്മാവിനെ തന്നെ നിങ്ങൾ എൻ്റെ പരമാത്മാവാണ്, എൻ്റെ പരമേശ്വരനാണെന്ന് നമ്മൾ കണ്ട് ആ വചനം, ഈ വചനങ്ങളെല്ലാം സ്വന്തമായി വായിച്ചറിയണം. ആരും പറഞ്ഞു തരാനില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്പമെങ്കിലും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഇഴിഞ്ഞിറങ്ങി ഇത് നിങ്ങൾ മനനം ചെയ്യുന്നില്ല. നിങ്ങൾ ഇന്ന് വായിച്ചത് ഇന്നങ്ങ് കളഞ്ഞിട്ട് നാളെ അടുത്തത് എടുക്കുന്നത്. ഇതിനെപ്പറ്റി പിന്നെ ചിന്തിക്കുന്നതേ ഇല്ല. പിന്നെ അടുത്ത വർഷം വേണമെങ്കിൽ ചിന്തിച്ചാലായി. ഇത് സ്ഥിരമായി വായിക്കണം എപ്പോഴും. ഞാനൊരു സമയത്ത് ഇതൊക്കെ എപ്പോഴും വായിച്ച അന്ന് എനിക്ക് ഇത്ര അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും അതെന്ന് വെച്ചാൽ അറിയേണ്ട അത്രത്തോളം ഇത് ഞാനാണല്ലോ ഞാൻ എന്ന് ചിന്തിക്കും. അല്ലാതെ ഒരാൾക്ക് കൊടുക്കണമെന്ന് എനിക്കെന്ന് അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. എന്നും വായിച്ച് സന്തോഷിച്ച് എന്നും പുതുമയായിരുന്നു. ഇതെന്നല്ല ഈ ഭാഗവതം ദശമസ്കന്ധവും മാറി മാറി. അപ്പോൾ എന്ത് പറയുന്നു? ഇങ്ങനെ നമുക്ക് ബന്ധബുദ്ധിയെ നിരസിക്കും. നമുക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഇതങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ലെങ്കിൽ ഇതിനെ ആചാര്യൻ എന്ത് ചെയ്യും? അതിനെ മനസ്സിലാക്കി തരും, ഒരു ഗുരു. അല്ലാതെ ഈ ലോകത്തിലെ ഈ മാലിന്യങ്ങളെ ഉള്ളിലിങ്ങനെ പതിഞ്ഞ് രക്തത്തിൽ കലർന്ന് കിടക്കുകയല്ലേ, വേണ്ടാത്ത ചിന്തകൾ. ഇതിനെയൊക്കെ മാറ്റാൻ ഒരു ഗുരു തന്നെ വേണം. ആ ഗുരുവിൻ്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കടന്നു പോവുകയുള്ളൂ. അങ്ങനെ സത്യസന്ധമായി നിഷ്കാമകർമ്മം ചെയ്യുന്നൊരു ഗുരു തന്നെ ആവണം. ഫലം ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാർ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ ഫലത്തെ ആഗ്രഹം ചെയ്യുന്നവരുമായിട്ട് യാതൊന്നും ചെയ്യാൻ കൊള്ളില്ല. കാരണം അവർക്ക് കൃപയുണ്ടാവില്ല. പണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സപ്താഹത്തിന് പോയാലും അവിടെയും കണക്കെഴുതി പണം. ഇങ്ങനെയൊക്കെയുള്ളവർ പറഞ്ഞാൽ എന്താ? അവരവരുടെ തൊഴിൽ ചെയ്തിട്ട് കൂലി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്നു. അങ്ങനെയുള്ള ഗുരുക്കന്മാരല്ല ഗുരുക്കന്മാർ. ഭഗവാൻ പരമാത്മാവ് എന്താ പറയുക? നന്നായി ഒരു ഫലവും ആഗ്രഹിക്കാതെ ഏത് കർമ്മവും ചെയ്യും. അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവരാണ് യഥാർത്ഥ ഗുരു. ഇപ്പം ഇത് വചനങ്ങൾ കൊടുക്കണമെങ്കിൽ തന്നെ അവർ യാതൊന്നും പ്രതീക്ഷിക്കില്ല. ഒരു കുട്ടി നന്നായി പോയാൽ അത്രയും സന്തോഷവും സമാധാനവും ആ ഗുരുവിനുണ്ടാകും. ഒരു കുഞ്ഞിനെ നന്നാക്കി എടുക്കുമ്പോൾ ആ ഗുരു ആനന്ദിക്കും.
ഒന്നിനെ നേടാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞു. അതാണ് ഭഗവാനുള്ള സ്നേഹം. അത് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ പറ്റൂ. കാരണം ഭഗവാന്റെ ദാസനാണ്. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പിതാവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭക്തൻ ചെയ്യുമ്പോഴാണ് ഭഗവാന് ആ പിതാവായ ദൈവത്തിന് ഭക്തനോട് പ്രിയം. നമുക്ക് ആ പ്രിയത്തിനാണ് നമ്മൾ. അപ്പം ഭഗവാന്റെ വേല നമ്മുടെ ദാസൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രമാത്രം ഭഗവാനും ഭക്തനുമായിട്ടുള്ളൊരു ചേർച്ചയുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാർ ഗുരുക്കന്മാരായി വരണം. എന്നാലേ ഇത് നിങ്ങളുടെയൊക്കെ ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ബന്ധബുദ്ധിയെ നിരസിക്കും ആചാര്യൻ നൂന. ഒരു ഗുരു അത് മനസ്സിലാക്കി കൊടുക്കും. അപ്പോഴെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഗുരുവായുള്ളോരുത്തരാരണി മേൽഭാഗത്തും പരിചോടിക ശിഷ്യാരണി കീഴ്ഭാഗത്തിലും രണ്ടും ഒന്നിച്ചുരുമിട്ട് അനുസന്ധാനമായിട്ടുണ്ടായ വചനജ്ഞാനാഗ്നിയാലിഹ ശിഷ്യൻ പടുവായി വിമുക്തനായി സുഖ സംയുക്തനായിട്ടുടനേ മഹാമായ തന്നെയും നശിപ്പിക്കും. അങ്ങനെ ഒരു ശിഷ്യൻ ഈ ലോകത്തിലെ മായയെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഗുരുവിൻ്റെ ഉപദേശം തന്നെ, സൽഗുരുവിൻ്റെ നന്നായി പരമാത്മാവിനെ അറിഞ്ഞ് അഹം ബ്രഹ്മാസ്മിയായി മാറിയ ഒരു പരമഗുരുവിനെ തന്നെ കിട്ടിയാൽ മാത്രമേ ഈ ലോകചിന്തയിലെ മായ നശിക്കാൻ പറ്റൂ ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ. ഇല്ലെങ്കിൽ എന്തുവരും? അല്പനേരം ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ പിന്നും പോകും മായയുടെ പുറകെ. അത് വേണം, ഇത് വേണം. കാരണം കുറച്ച് നേരം ഇപ്പം ഈ മക്കളെല്ലാം എല്ലാവരും ഞാൻ പറയുമല്ല, 1 2 4 കാണും. എന്നാലും അത്രത്തോളം തീർത്തിട്ടില്ല. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. എന്നാലും പല കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് മായ വരും. അതുകൊണ്ട് ഇതിനെല്ലാം കടമ്പ കഴിയണമെങ്കിൽ യഥാർത്ഥമായ ഒരു ഗുരുവിൻ്റെ കൃപയും വേണം. അത് പരമാത്മാവിൻ്റെ കൃപ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ശിഷ്യൻ പടുവാകുന്നത്. അത്രത്തോളം പടുവെന്ന് വെച്ചാൽ ഭഗവാനെ പോലെ പരബ്രഹ്മത്തെ പോലെ വിമുക്തനും ആവും. സുഖ സംയുക്തനായിട്ട് ഉടനെ എന്തുവരും? ഈ മഹാമായ പിന്നെ ആ ഉള്ളത്തിൽ വരത്തില്ല, എല്ലാം നശിപ്പിക്കും. ഈ ഗുരുവിൻ്റെ വചനം കൊണ്ട് കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കുന്നത്? ഗുരുവായുള്ളൊരു ഉത്തരാണി മേൽഭാഗത്ത് നിൽക്കും, പരിചോടിക്കുക ശിഷ്യാരൻ്റെ കീഴ്ഭാഗത്തിൽ നിൽക്കും. അപ്പം ഗുരു മുകളിലും ശിഷ്യൻ താഴെയും. ഇതൊരു ഉദാഹരണം പറയുക. അതായത് എനിക്ക് ഇതിനെപ്പറ്റി ഈ പറഞ്ഞ അർത്ഥം എനിക്ക് എന്തെന്ന് അറിയില്ലാത്തതുകൊണ്ട് എനിക്കല്ലാതൊരു അർത്ഥം ഒരു ഉപമ പറയാൻ അറിയാം. ചിലപ്പോൾ അതാവാം ഇതിൻ്റെ അർത്ഥവും ചിലപ്പോൾ ഊഹിക്കാം. എന്നെങ്കിലും ഞാൻ എൻ്റെ കുട്ടിനാളിൽ തടി അറുക്കുന്ന മില്ലിലല്ലല്ലോ, മുകളിൽ ഈ തടിയുടെ മുകളിൽ ഒരാൾ നിൽക്കും, തടിയുടെ കീഴിൽ ഒരാൾ നിൽക്കും. ഞാൻ അങ്ങനെ ഈ സങ്കല്പിക്കും. ഉത്തരാണി മേൽഭാഗത്തും ശിഷ്യാൻ്റെ കീഴ്ഭാഗത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ എൻ്റെ ഉള്ളത്തിൽ ഇതാ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഉത്തരം അതാണോന്നും എനിക്കറിയില്ല, ആരോട് ചോദിക്കാനാ. അപ്പോൾ ഈ വാളിൻ്റെ രണ്ടറ്റത്തും പിടിയുണ്ട്. ഞാനത് ശ്രദ്ധിക്കാൻ കാരണം അതിൻ്റെ കീഴിൽ കൂടെ അറുക്കുന്ന അറുപ്പ് പൊടിയൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ അതിൽ കൂടെ ഇങ്ങനെ തീപ്പൊരിയും പറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മയാണ്. ഇനി തീപ്പൊരിയാണോ ഈ അറുക്കുന്ന എന്താ പറയുക ഈ ഇതിൻ്റെ പൊടിയാണോ എന്നും എനിക്ക് സംശയമുണ്ട്. തടിയിൽ ഉരസുമ്പോൾ വാള് നന്നായിട്ട് ഉരസുമ്പോൾ തീ ഉണ്ടാകുന്ന പൊരിഞ്ഞ് ഇളവുന്ന ആവാം. എങ്കിലും കുട്ടിനാളില്ല അങ്ങനെ ഇത് വായിക്കുമ്പോൾ ഞാൻ അതാ ഓർക്കുന്നത്. മുകളിൽ നിന്ന് പിന്നെ താഴേക്ക് ശിഷ്യം ഈ വാള് നിങ്ങൾ കണ്ടോന്നറിയില്ല, വലിയ വാളാണ്, തടിയിറക്കുന്ന വാള്. താഴേക്ക് വലിക്കുമ്പം മുകളിൽ നിൽക്കുന്ന ആൾ താഴേക്ക് താത്ത് കൊടുക്കും, മുകളിലോട്ട് വലിക്കുമ്പോൾ ശിഷ്യൻ മേലോട്ട് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ആൾ. അപ്പോൾ മുകളിൽ ഉത്തരാരണി മുകളിലാണെങ്കിൽ അത് ഗുരുവും കീഴിൽ തറയിൽ നിൽക്കുന്ന ആൾ ശിഷ്യനായിട്ട് സങ്കല്പിക്കുക. ഈ വാള് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉരുമുമ്പം തീ പറക്കുന്നത് പോലെ ആണെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഗുരുവായുള്ളൊരു ഉത്തരാരണി മേൽഭാഗത്തും ശിഷ്യാരണി കീഴ്ഭാഗത്തും. അപ്പോൾ അതിൻ്റെ അർത്ഥം വചനമാകുന്ന ജ്ഞാനമാകുന്ന ആ വചനം ഗുരു കൊടുക്കുമ്പോൾ ശിഷ്യൻ അത് മനനം ചെയ്യും. അതെനിക്ക് അനുഭവമുണ്ട്. ഞാനിവിടെ 14 വയസ്സിലുള്ള ഉരുണ്ട സമയത്ത് ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവിടെ ജോൺ സെഷൻ ഭയങ്കര ശക്തിവേറിയ ഒരു ഗുരുവാണ്. കാരണം കർത്താവായ യേശുതമ്പുരാൻ പ്രത്യക്ഷമായുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വചനം വരുന്നത്. അന്നൊന്നും എനിക്കങ്ങനെ അറിയില്ലെങ്കിൽ ആ വചനം കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് നിറഞ്ഞ് വചനം ഇഴിഞ്ഞ് പരമാനന്ദ അമൃത് ഞാനങ്ങ് പാനം ചെയ്യും. അപ്പോഴതാണ് ഇതിൽ പറയുക, ആ ഗുരുവിൻ്റെ വചനം ആ ശിഷ്യൻ ഇങ്ങനെ കേട്ട് ഒന്നടി ലയം പ്രാപിക്കുമ്പോൾ ആ അമൃതങ്ങനെ ധാരധാരയായി കേൾക്കുന്ന വചനം മൊത്തവും ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഗുരുവിൻ്റെ ഒരു കൃപയും ആ വചനം കേൾക്കുമ്പോൾ ശിഷ്യനും കൂടെ ഒന്നായി ലയിക്കുന്നൊരു ലയമുണ്ട്.
അങ്ങനെ വരുമ്പോഴാണ് ഈ പുറമേയുള്ള കാമക്രോധാദികളായിരിക്കുന്ന ഈ പിന്നെ പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയിലെ മായ നശിക്കുന്ന അങ്ങനെയാണ്. ഗുരുവിൻ്റെ ഒരു അനുഗ്രഹവും ശിഷ്യന് കൊടുക്കുന്ന വചനത്തിൽ കൂടി രണ്ടും മനനം ചെയ്യും. അല്ല വെറുതെ അല്ല, ഞാൻ അവിടെ കേൾക്കുന്ന വചനം അവിടുന്ന് ഇവിടെ വന്നാൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഞാൻ മനനം ചെയ്യും. നിങ്ങൾ ആരങ്ങനെ ചെയ്യും? നിങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനം നാളെ അമ്മ വേറെ പറഞ്ഞു തരും, അപ്പോൾ അത് അപ്പോഴും കേൾക്കും, അപ്പോഴും കളഞ്ഞിട്ട് വിറ്റ് വേറെ കേൾക്കും. അങ്ങനല്ല, അത് വീണ്ടും 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 കേട്ട് കേട്ട് അയവറക്കണം. ഇന്ന് കേൾക്കുന്ന വചനം അയവറക്കി മനനം ചെയ്തെങ്കിലേ ആ ഗുരുവിൻ്റെ വചനം ശിഷ്യനിലേക്ക് കടന്നു പിടിക്കൂ. അപ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ നാനാവിധമായിരിക്കുന്ന ദോഷ ദുരിതങ്ങളും ദുഃഖങ്ങളും എന്താ പറയുക കാമക്രോധാദികളായിരിക്കുന്ന എല്ലാ ചിന്തകളും ഈ ലോകത്തിലുള്ള സർവ്വ നശീകരണങ്ങളായിരിക്കുന്ന ദുരിതങ്ങളും മൊത്തവും നമ്മുടെ ഉള്ളത്തിൽ പിന്നെ ഇല്ല, ചിന്തിക്കത്തേയില്ല. നമ്മൾ പരമാത്മാവിൽ ലയം പ്രാപിച്ച് തുടങ്ങുക. പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ചിന്തിക്കൂ. അപ്പോൾ ആ ഗുരുവിൻ്റെ ഗുരുവായുള്ളൊരു ഉത്തരാരണ്യ മേൽഭാഗത്തും പരിചോടിഹ ശിഷ്യാരണ്യ കീഴ്ഭാഗത്തിലും രണ്ടും ആ വചനം, ഗുരുവിൻ്റെ വചനവും ശിഷ്യൻ്റെ മനനവും കൂടെ ഒന്നിച്ചുരുമിയിട്ട് അനുസന്ധാനമായിട്ടുണ്ടായ വചനജ്ഞാനാഗ്നിയാലിഹ ശിഷ്യൻ പടുവായി വിമുക്തനായി. അങ്ങനെയാണ് പടുവാകുന്നത്. കാരണം എന്താ പറയുക, നമ്മുടെ അവതാര പുരുഷനായ വാമനാവതാരം, വാമനൻ എങ്ങനെ രണ്ടടി കൊണ്ട് വളർന്നങ്ങ് മുകളിലേക്ക് വന്നിട്ട് കാല് രണ്ടടി കൊണ്ട് ഈ ഭൂമിയും സ്വർഗമൊക്കെ അങ്ങ് അളന്നത് പടുവായി. ആ പടുപോലെ ആ ശിഷ്യനങ്ങ് ആകും. ഗുരു കൊടുക്കുന്നതെല്ലാം മനനം ചെയ്യും. കൊടുക്കുന്ന വചനങ്ങൾ മനനം ചെയ്ത് ഹൃദയത്തിൽ അത് കന്നുകാലികൾ ഈ ആഹാരങ്ങളൊക്കെ പെട്ടെന്ന് വിഴുങ്ങിയിട്ട് എവിടെങ്കിലും പോയി കിടന്നങ്ങനെ അയവെട്ടുന്നത് പോലെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അയവെട്ടി നമ്മൾ അതങ്ങോട്ട് ഹൃദയസ്ഥമാക്കുമ്പോൾ പിന്നെ ഈ ലോക ദുഃഖ ദുരിതങ്ങൾ ഒന്നും നമ്മുടെ ഉള്ളത്തിലില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ വിമുക്തനായി തീരും, പടുവാകും. അപ്പോൾ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ വചനം മനനം ചെയ്യുന്നതിനാണ് ഈ ഉത്തരാരണ്യ മേൽഭാഗത്തും ശിഷ്യാരണ്യ കീഴ്ഭാഗത്തു നിന്ന് അനുസന്ധാനമായിട്ടുണ്ടായ വചന ജ്ഞാനാഗ്നി. അപ്പോൾ ഈ വാളുകൊണ്ട് ഉരസി തടിയുന്ന അഗ്നി പൊടിക്കുന്നത് പോലെ വചനമാകുന്ന അഗ്നി ഇങ്ങനെ മനനം ചെയ്ത് ഈ രണ്ടിൻ്റെ ഗുരുവിൻ്റെ ശിഷ്യൻ്റെയും കൂടെ ആ വചനവും മനനവും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു ലയമാണ്. ഇവിടെ ആ ശിഷ്യൻ എന്ത് വരുന്നു, പിന്നെ പടുവായി. അത്രമാത്രം ഭഗവാനിൽ ചേർന്ന വലിപ്പത്തോട് ഭഗവാനെ പോലെ ഗുരുവിനെ പോലെ പടുവായി വിമുക്തനായി എല്ലാത്തിൽ നിന്നും ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും. പിന്നെ ഒന്നിലേക്കും ആഗ്രഹമോ തോന്നലോ ഉണ്ടാവില്ല. അങ്ങനെ വിമുക്തനായി സുഖസംയുക്തനായിട്ടുടനെ എന്ത് വരും, സുഖസംയുക്തനായി ഇങ്ങനെയുള്ള പരമാനന്ദ സുഖത്തിൽ ഇരുന്നിട്ട് ഉടനെ എന്ത് ചെയ്യുന്നു, മഹാമായ തന്നെയും നശിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഈ മഹാമായ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉള്ളത്തിൽ കയറി പിടിക്കുമോ? അത് കാണണം, ഇത് കേൾക്കണം, അതിന് പോകണം, ഇത് തിന്ന് രുചിക്കണം. ഈ ഇന്ദ്രിയങ്ങൾ ഒല്ലത്തിൻ്റെയും പുറകെ പോകുമോ? അയ്യോ എനിക്ക് അത് കണ്ടില്ലേ, ഇത് കേട്ടില്ലേ, ഞാനത് തിന്നില്ലേ, ഞാനത് മണത്തില്ലേ, ഇങ്ങനെ ഏതിൻ്റെയെങ്കിലും പുറകെ ഇന്ദ്രിയങ്ങൾ ഓടൂ. മനസ്സിനെയൊക്കെ എവിടെ ഇരിക്കും? മനനം ചെയ്യും. പരമാത്മാവ് എന്താ അവിടെ കൊടുത്ത വചനം, ഒരു ഗുരുവിൽ നിന്ന് കിട്ടിയ വചനം എന്താണ്, അത് മനനം ചെയ്തിരിക്കുന്നതാണ്. അയവറക്കി ഇരിക്കുമ്പോൾ വേറെ വല്ലതും ഉള്ളിലോട്ട് കയറൂ. ഉള്ളിലിരിക്കുന്ന സർവ്വ മാലിന്യങ്ങളും കഴുകിപ്പോകും. അതാണ് ഇവിടെ നേരത്തെ നമ്മൾ വായിച്ചല്ലോ, തടവില്ലാതെ പ്രകാശിക്കും. ഇത് ഇങ്ങനെ കിട്ടുന്നതാണ് തടവില്ലാത്ത പ്രകാശം. ഒരു ഗുരുവിൽ കൂടി യഥാർത്ഥ സൽഗുരു ആയിരിക്കണം. ആ കൃപയോടുകൂടിയുള്ള വചനം ഒരു ശിഷ്യൻ കേൾക്കുമ്പോൾ അത്രമാത്രം ആനന്ദ ലഹരിയിലാണ്. അവിടെ വേറൊന്നും ഉള്ളത്തിൽ പിന്നെ ഇല്ല. ഉള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. മനനം ചെയ്ത് നിറഞ്ഞിരിക്കുക. അവിടെ ഇടതടവില്ല. വചനം അടുത്ത ചൊവ്വാഴ്ച ഞാൻ പോകുവോളാം, ഇത് വചനം മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുവിടുക. അവിടെ പിന്നെ വേണ്ടാത്ത ചിന്തകൾ എങ്ങനെ എൻ്റെ ഉള്ളത്തിലിരിക്കും? അങ്ങനെ വേണം ഒരു ഗുരുവും ശിഷ്യനും കൂടി ഇരിക്കാൻ. അപ്പോഴാണ് ജ്ഞാനാഗ്നി, വചനമാകുന്ന അഗ്നിയിൽ നമ്മുടെ സർവ്വ വേണ്ടാത്തതെല്ലാം കഴുകിപ്പോയാൽ പിന്നെ പടുവാകും. തിളങ്ങി തടി കത്തി, തടിയിലെ ഇന്ധനങ്ങളെല്ലാം കത്തി തീരുമ്പോൾ എങ്ങനെയാണ് ആ തടി തിളങ്ങുന്നത്? അതുപോലെ നമ്മുടെ സ്ഥൂല സൂക്ഷ്മങ്ങളായിരിക്കുന്ന ശരീരത്തിലെ സർവ്വ മാലിന്യങ്ങളും പോയി കഴിയുമ്പോൾ നമ്മൾ ഇടതടവില്ലാതെ തിളങ്ങിക്കൊണ്ടിരിക്കും, പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഇതാണ് അവധൂതൻ അങ്ങനെ ഇരിക്കുക. അതാണ് യദുരാജാവ് ചെയ്തത്. എന്താ ഇത്ര പ്രകാശം, ഇത്ര പ്രസന്ന ഗംഭീരം, ഇത്ര ആനന്ദ ലഹരി, ആന വെള്ളത്തിൽ മുങ്ങിയാലില്ല ഇത്രയും അങ്ങനെ ഇരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇതാണ് മക്കളെ രഹസ്യം. ഈ രഹസ്യം നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് ഭക്തി കൂടുതൽ വേണം,
ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്ന കേട്ട് ഭഗവാൻ പരമാത്മാവാണ് ഈ വചനം എന്ന് കണ്ട് നിങ്ങൾ ഗുരുവിനെ, ആ പരമാത്മാവിനെ തന്നെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച് ഇരുത്തിക്കൊള്ളൂ, മറ്റെല്ലാം കളയൂ. ഈ ലോക ചിന്തകളൊക്കെ പോട്ടെ, ഒരു 3-4 പേരെങ്കിലും ഇത് മുന്നോട്ട് വരട്ടെ, നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് അപ്പോഴ് ഒരു ശിഷ്യൻ വചനമാകുന്ന ജ്ഞാനാഗ്നി കൊണ്ട് ആ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ഗുരു കൊടുക്കുന്ന ഉപദേശം മനനം ചെയ്യുന്നില്ല നിങ്ങൾ. അതാ എനിക്ക് കുഴപ്പം. നിങ്ങൾ ദിവസേന ഈ പറയുന്ന വാക്കുകൾ വീണ്ടും എടുത്ത് വെച്ച് വായിക്കണം. പുസ്തകം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ തന്നെ നീക്കി നമുക്ക് നോക്കിയെടുത്ത് വേണമെന്നും പറഞ്ഞ് ചെയ്യണം. ഇതിനൊരു മുന്നോട്ടുള്ള പോക്ക് ലക്ഷ്യം എത്തോളം നിങ്ങൾ വിടരുത്. നിർത്തിയാൽ പോയി. ഇത് വീണ്ടും നിങ്ങളുടെ ആർത്തി പോലെ ആയിരിക്കുന്നത്. എന്നാലേ നിങ്ങൾ പടുവാകൂ, എന്നാലേ നിങ്ങൾ വിമുക്തനാവൂ. ഇതിൽ നിന്നെല്ലാം മുക്തി ആവണ്ടേ. ഈ ലോക ചിന്ത, ഇത് പ്രകൃതി ഭഗവാന്റെ തന്നെ മായയാണ്. എന്നാൽ മായ ഭഗവാനെ ബന്ധിക്കുന്നില്ല. നമ്മളെയും ബന്ധിക്കരുത്. നമ്മളും അതിൽ നിന്നെല്ലാം പടുവാവണം, വിമുക്തനാവണം, എല്ലാത്തിൽ നിന്നും മുക്തനായി മാറണം. അങ്ങനെ പടുവായി വിമുക്തനായി സുഖസംയുക്തനായിട്ട് ഉടനെ അപ്പോഴെന്ത് വരും? മഹാമായ തന്നെയും നശിപ്പിക്കും. ഈ മഹാമായെല്ലാം നശിച്ച്, അതായത് കത്തി എരിഞ്ഞ് ജ്ഞാനമാകുന്ന അഗ്നിയിൽ കത്തി എരിഞ്ഞ് ചാമ്പലായ ദൂരെ പോയി ഈ ശരീരം എന്ത് ചെയ്യും? പരമാത്മാവാ പിന്നെ വസിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൽ. അവിടെ സ്വയം പ്രകാശിക്കുന്ന പരബ്രഹ്മമാണ്. സ്വയം പ്രകാശിക്കുന്ന പരബ്രഹ്മം ഉള്ളിൽ തിളങ്ങിയിരിക്കും, നിർമ്മലമാവും. ശരീരം നിർമ്മലമാകുന്ന എങ്ങനെ? ഹൃദയം. ഇതൊക്കെ പോകും, വേണ്ടാത്ത ചിന്തകളൊക്കെ പോകും, വിമുക്തനാവും. എല്ലാത്തിൽ നിന്നും മുക്തനായി നമ്മുടെ ഉള്ളം മൊത്തം നിർമ്മലമായി പ്രകാശിക്കും. അങ്ങനെ മഹാമായ പിന്നെ അവിടെ ഇല്ല, നശിപ്പിച്ചു കളഞ്ഞു. ദഹനൻ സമിതാദി വർഗങ്ങൾ എല്ലാറ്റെയും ദഹനം വരുത്തും പോലെന്നറിഞ്ഞാലും ഭവാൻ. എങ്ങനെയാ ദഹനൻ എന്നുവെച്ചാൽ അഗ്നി സമിതാദി വർഗങ്ങൾ. നമ്മൾ ഹോമത്തിന് ചമത മുതലായതൊക്കെ ആണല്ലോ അഗ്നിയിൽ ഹോമകുണ്ടത്തിൽ ഇടുന്നത്. അഗ്നി അപ്പോൾ ഈ ചമതയും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എങ്ങനെ ദഹിപ്പിക്കുന്നത്? അഗ്നിയിലിടുന്ന നെയ്യും അതും ഇതൊക്കെ നമ്മൾ ഹോമത്തിന് ഓരോന്നോരോന്ന് മന്ത്രം ചൊല്ലി ഇടുന്നതെല്ലാം എങ്ങനെ ദഹിപ്പിച്ച് കളയും? അവിടെ അത് എരിയാതെ ഇരിക്കുമോ? ദഹന അഗ്നി എങ്ങനെ മറ്റ് സമുദാതി പോലുള്ള മറ്റ് വർഗങ്ങളെല്ലാറ്റെയും ദഹനം വരുത്തും പോലെ, അതിനെ ദഹിപ്പിച്ച് കളയുന്നത് പോലെ എന്നറിഞ്ഞാലും ഭവാൻ നമ്മുടെ ഉള്ളത്തിലുള്ള വേണ്ടാത്തതെല്ലാം, നമുക്ക് കാമക്രോധാദികളായിരിക്കുന്ന ദുഷിച്ച എല്ലാം നമുക്ക് ഒന്നും നമ്മുടെ ഉള്ളത്തിലില്ലാതെ തന്നെ ദഹിപ്പിച്ച് കളയും. അഗ്നിയല്ല ഇവിടെ ജ്ഞാനം, വചനം, അതായത് ഭഗവാന്റെ വചനമാകുന്ന ഈ ജ്ഞാനമാകുന്ന അഗ്നി, അതാണ് അറിവ്. അതാണ് പരമാത്മാവ് ഭഗവാൻ ഈശ്വരൻ ഗുരുദേവൻ പറഞ്ഞ എന്താണ്? ഈശ്വരൻ അറിവാകുന്നു. ഈ അറിവ് വർദ്ധിക്കുമ്പോൾ നാം തന്നെയാണ് ആ അറിവാണ്. അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നാം തന്നെയാണ് എന്താ? ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി. ഇത് നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് വരും? കാണായതെല്ലാം പരബ്രഹ്മമാണ് കാണും. അവിടെ ഒന്നും വേറായില്ല. സർവജ്ഞ നമ്മിൽ പരബ്രഹ്മം ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ എല്ലാത്തിലും, എല്ലാ ജീവനിലും. അപ്പോൾ അങ്ങനെ ഒരാൾ കാണണമെങ്കിൽ നമ്മൾ അത്രത്തോളം പരിശുദ്ധമായി പരബ്രഹ്മമായി നമ്മൾ മാറുമ്പോഴാണ്. അഹം ബ്രഹ്മാസ്മിയായി മാറുമ്പോൾ നമുക്ക് എന്തുവരും? ഭാര്യ, ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ വീടോ കൂടോ ധനമോ ഒന്നിൽ നമുക്ക് ഉദാസീന, നമുക്കൊന്നും ഇഷ്ടമല്ല. ഈ ഉള്ളത്തിൽ പരബ്രഹ്മം ആനന്ദമൂർത്തി ഇരുന്നിങ്ങനെ സുഖത്തോടുകൂടി നമ്മൾ ലയം പ്രാപിച്ച് ആനന്ദ നിർവൃതി ഇരുന്നാൽ നമുക്ക് മറ്റെന്തെങ്കിലും ഈ ലോകത്തുള്ള എന്തെങ്കിലും നമുക്ക് വേണം. അതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും വിമുക്തനാകുന്നു. അപ്പം ഇങ്ങനെ ആകുന്ന ഒരു ഗൃഹസ്ഥാശ്രമി ആയാലും ഭാര്യയും മക്കളോ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഉദാസീനനെ പോലെ ഇരിക്കുന്നു. എൻ്റെ മക്കൾ ചിലർ ചോദിക്കുക, അമ്മ ഒറ്റയ്ക്കാണോ? എനിക്ക് മറ്റെല്ലാം ഉദാസീനനാ, എനിക്കതൊന്നും താല്പര്യമില്ല, എനിക്ക് പരബ്രഹ്മത്തെയാണ് ഇഷ്ടം, എനിക്കിങ്ങനെ ആനന്ദത്തിരിക്കുന്നതാണ് ഇഷ്ടം, അതിനോട് ചേർന്ന് ലയിച്ചിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അവരോട് ചേരാൻ പറ്റത്തില്ല. എന്നോട് ചേർന്ന് ആർക്കും ഇരിക്കാം. മക്കൾക്കോ ഭർത്താവിനോ ഇത് ശരിയാ എന്നും പറഞ്ഞ് എന്നോട് ഒട്ടിയിരിക്കൂ, ഞാനായി തന്നെ കാണും. പക്ഷേ അവരായി കാണാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അവരാകാൻ എനിക്ക് ഈ ജന്മം നടക്കുകയില്ല. എന്നെ കൂടെ ചേർത്ത് നിർത്തി എന്നോടൊപ്പം നിന്ന് ഇത് കണ്ടും കേട്ടും പഠിച്ച് ഇങ്ങനെ ആയി തീർന്നില്ലല്ലേ, ഇത് ശരിയാണെന്നും പറഞ്ഞ് എന്നോടൊപ്പം ഇത് പ്രാർത്ഥിക്കുകയും ഇത് പഠിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ആരായാലും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ദഹനൻ സമിതാദി വർഗങ്ങളെല്ലാറ്റെയും ദഹനം വരുത്തും പോലെന്നറിഞ്ഞാലും ഭവൻ എല്ലാത്തിനെയും ഭസ്മമാക്കി ദഹിപ്പിച്ച് കളയും. ത്രിഗുണരൂപിയായ മായയെ ദഹിപ്പിക്കും ത്രിഗുണരഹിതാനാത്മാവ് സനാതനൻ. അപ്പോൾ മഹാമായ എന്താണ്? ത്രിഗുണമാണ്. ഈ ഗുണത്തെ ഈ പ്രകൃതിയെ മഹാമായ
ത്രിഗുണരൂപിയാണ്. 3 ഗുണത്തോടുകൂടി ഈ മഹാമായയെ ദഹിപ്പിക്കും. ആര്? ത്രിഗുണരഹിതൻ ആത്മാവ്. പരമാത്മാവ് ത്രിഗുണരഹിതനാണ്. എന്താ ഭഗവാന്റെ തന്നെ മായ ത്രിഗുണരൂപിയുമാണ്. ഇത് ഒരാൾക്ക് അതായത് മായയ്ക്ക് ത്രിഗുണമുണ്ട്. അത് നമ്മളെല്ലാം മായയിലുള്ളവരാ, നമുക്കെല്ലാം 3 ഗുണത്തോടു കൂടിയവരാ. അതുകൊണ്ട് മായയ്ക്ക് ഗുണങ്ങളുണ്ട്, എന്നാൽ പരമാത്മാവിന് ഗുണങ്ങളില്ല, രഹിതനാ ഇല്ല. അതുകൊണ്ട് ത്രിഗുണരൂപിയായ മായയെ ആരാ ദഹിപ്പിക്കുന്നേ? ത്രിഗുണരഹിതൻ ആത്മാവ് സനാതനൻ ദഹിപ്പിച്ചു കളയും. എങ്ങനെ? ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് വസിച്ച് ആനന്ദ സ്വരൂപനായി പ്രകാശിച്ചിരിക്കുമ്പോൾ ഈ നമ്മളൊരു പ്രകൃതിയാണ്, നമ്മളിൽ ഗുണങ്ങളുണ്ട്, ഇതെല്ലാം ദഹിപ്പിച്ചങ്ങ് കളയും. പിന്നെ ഒരു ഗുണവും ഇരിക്കില്ല, സത്വവും ഇല്ല, തമവും രജവും പിന്നെ ഒട്ടും ഇല്ല. സത്വവും ഇല്ലെന്ന് പറയുന്നത് ഗുണത്തിന് അതീതനാകുക, അതായത് ബ്രഹ്മത്തോട് ലയിക്കുക. പരബ്രഹ്മത്തിന് ത്രിഗുണ ഇല്ല, നിർഗുണമാണ്. നിർഗുണാവസ്ഥ നമ്മൾ എപ്പോൾ എത്തുന്നു? അതാണ് ഇതിൽ നിന്നെല്ലാം വിമുക്തനാവുക എന്ന് പറയാം. നമ്മൾ ഇതിൽ നിന്ന് വിമുക്തനാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർഗുണനായി തീരുക. ഇവിടെ 3 ഗുണങ്ങളും ഇല്ലാത്തൊരവസ്ഥ. ഈ പ്രകൃതി ഗുണങ്ങളുള്ളവരാണ്. നമ്മൾ ഇങ്ങനെ ഈ പ്രകാശത്തിൽ ഈശ്വരനെ അറിയാതെ ഈ പറഞ്ഞ രീതിയിൽ ദഹനം വരുത്തി നമ്മൾ ആയില്ലെങ്കിൽ നമ്മളിൽ ഗുണങ്ങളുണ്ട്. അത് എന്ന് നമ്മൾ ഗുണങ്ങൾ വിട്ട് നിർഗുണനാകും, അപ്പോഴേ പരബ്രഹ്മത്തിൽ ചേരാനൊക്കൂ. പരബ്രഹ്മം അങ്ങനത്തെ ആളാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മത്തിന് ഗുണങ്ങളില്ല, നിർഗുണനാ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നെ പോലെ ആണെങ്കിൽ, എനിക്ക് ചേർന്ന് ചിരിക്കുന്ന ഒരു അങ്ങനെ യോഗിയായി ചേർന്ന് നിന്ന് ഇതേപോലെ നിൽക്കാമെങ്കിൽ പറ്റും. കുട്ടികൾക്ക് ഇപ്പോൾ അത് പറ്റൂ, അവർക്ക് അവരുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. എന്നാൽ ഒരു ഭർത്താവിന് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം, പക്ഷേ ആകണ്ടേ, യോഗമില്ല. കഴിഞ്ഞ ജന്മവാസന കിടക്കുക ബാക്കി തീർക്കാൻ. അപ്പോൾ അത് തീർക്കുമോ എന്നോടൊപ്പം നിൽക്കുമോ? അതുകൊണ്ട് രണ്ടും 2 രീതിയിലേ നിൽക്കാൻ പറ്റൂ. ഇത് ആരോടും പറഞ്ഞ് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നപ്പോൾ എടുത്തു പറയുന്നത്. പിന്നെ ഇനി ആരും ചോദിക്കില്ലല്ലോ, അമ്മ എന്താ ഒറ്റയ്ക്ക് അച്ഛനോടൊപ്പം അല്ല ഭർത്താവിനോടൊപ്പം നിൽക്കാത്ത എന്ന് ചോദിച്ചാൽ, ഭർത്താവിന് ടി വിയെ കണ്ട് അപ്പുറത്തിരിക്കുമ്പോൾ എനിക്ക് ചെവി കേൾക്കണ്ടേ? എനിക്ക് ഇതിനകത്ത് കയറി എനിക്ക് ആ ലൗകികമായ ചിന്ത ഇല്ലാത്തത് കൊണ്ട് ആണെന്ന് മനസ്സിലാക്കുക. ഇനി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, ആരോടും പറയും. ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്കും മനസ്സിലാകും സത്യം ശരിയാ എന്ന്. അതുകൊണ്ട് ഇവിടെ ത്രിഗുണരൂപിയായ മായയെ ദഹിപ്പിക്കുക. എൻ്റെ ത്രിഗുണങ്ങളെ മായ ദഹിപ്പിച്ച് കളഞ്ഞു പോയി, പിന്നെ എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും? അതുകൊണ്ട് എന്ത് വന്നു? ത്രിഗുണരൂപിയായ മായയെ ദഹിപ്പിക്കും ത്രിഗുണരഹിതൻ പരമാത്മാവ് സനാതനൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളത്തിലെ ത്രിഗുണങ്ങളെ പരമാത്മാവ് ദഹിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ മക്കളെ കൂടെയോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയോ നിൽക്കാൻ പറ്റില്ല. മക്കൾ വിളിച്ചാൽ പോവാത്ത കാരണം ഇതുകൊണ്ടാണ്. എനിക്കിപ്പോൾ അവർക്കുള്ള ജീവിതത്തിലേക്ക് ചേർന്ന് നിന്നാൽ എൻ്റെ ഈ പരിപാടി നിൽക്കും. അപ്പോൾ എനിക്ക് ഈ ഗുണങ്ങൾ വീണ്ടും കയറി വരത്തില്ലേ? വന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ മക്കൾക്ക് തരാൻ പറ്റുമോ? എൻ്റെ കർമ്മം ചെയ്യണ്ടേ എനിക്ക്? എൻ്റെ കർമ്മം ഇതൊരു വാസന, കഴിഞ്ഞ ജന്മം കിട്ടിയ വാസനയിലേക്ക് ഞാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ വാസനയ്ക്കൊത്ത് എൻ്റെ ഭഗവാൻ എന്നെ ഇവിടെ ഇങ്ങനെ ആക്കിയേക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. എല്ലാ സുഖ സൗകര്യങ്ങളും എൻ്റെ മക്കളെ കൊണ്ടില്ല, എൻ്റെ ഭർത്താവിന് എനിക്കൊക്കെ മക്കൾക്ക് വേണ്ടുന്നതൊക്കെ ഭഗവാൻ കൊടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം മക്കളെ കൊണ്ട് തരിക്കുന്നു. ഒന്നിനും ഒരു വിഷമമില്ല, സന്തോഷമായിട്ട് കഴിയുന്നു. എനിക്ക് തീരെ വയ്യാതെ വരുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്രത്തോളം എൻ്റെ ഭഗവാൻ വയ്യാതെ വന്നാൽ, കാരണം സന്ധിവാദമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് അതാണ് എനിക്കങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് മറ്റെന്തെങ്കിലും കഴുകാനോ മലക്കറി കഴുകാനോ കലം കഴുകാനോ ഇതൊക്കെ അസ്ഥിവേദന ഉണ്ടാകും. അതുകൊണ്ട് ജോലി ചെയ്യാൻ വയ്യാതെ ദൈവം ആക്കിയതെന്താ? എനിക്ക് ഇങ്ങനെ നിൽക്കാനാ. അല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് വേണ്ടി ചെന്ന് എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് ഇതൊന്നും പറയാനോ എടുക്കാനോ പഠിക്കാനോ പറ്റത്തുമില്ല. അതുകൊണ്ട് ഓരോരോ വാസനയ്ക്ക് അനുസരിച്ച് ഭഗവാൻ ഓരോരുത്തരെയും ഓരോ രീതിയിലാക്കിയേക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവ് ത്രിഗുണരഹിതൻ ആത്മാവ് സനാതനൻ എന്ത് ചെയ്യുന്നു? നമ്മളിലെല്ലാം ഉള്ള മായയെ ദഹിപ്പിച്ച് കളയുന്നു. മായ കർത്തൃത്വ കർമ്മ ഭോക്തൃത്വമായ കാര്യമായി ലോകകാല സുഖദുഃഖാദി സർവഭാവ ജന്മാദികളായി കാല അവയവങ്ങളായി ഭാവിത ഭവ്യഗത പീഡാരൂപങ്ങളായിട്ട് രൂപങ്ങളായി ജന്തുക്കൾ അന്തർഭാഗേ ജീവ രൂപനായിരുന്ന് അന്തരാത്മാവായുള്ള പരമാത്മാവ് തന്നെ ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും നമ്മളെ എല്ലാ ദേഹാദികളിലും ഈ ഭൂമിയുള്ള ഇപ്പം മനുഷ്യർ ഇങ്ങനെ ഇത് തന്നെ ഒരു ഭാവനയാണ്. ഇതെൻ്റെ ഭാവന,
ഇതുപോലെ ഈ ലോകത്ത് എത്രയോ ദേഹികളുണ്ട്. അവരുടെ എല്ലാം അന്തർഭാഗത്ത് ഭഗവാൻ തന്നെ ഇരുന്നും കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരവരുടെ ഭാവനയ്ക്കൊത്ത് ഭവിക്കുന്നു. ഇപ്പം എനിക്ക് ഇനി ഒരു ജന്മം ഇപ്പം ഞാൻ ഭാവന ചെയ്താൽ എൻ്റെ ഇനി വരും ജന്മങ്ങളുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഭാവന ഉണ്ടെങ്കിൽ അതിന് വരും. വേറൊരു വ്യക്തിക്ക് വെള്ളം അടിക്കണമെന്നായിരിക്കും ഭാവന. എനിക്ക് മദ്യം അടിച്ചാൽ കൊള്ളാം, അയാളൊരു കുടിയനായിട്ട് വരും. ദുഷ്കർമ്മം ചെയ്തിരിക്കുമ്പോൾ മരിച്ചിട്ടാൽ അയാൾ ദുഷ്കർമ്മിയായി വരും. ഒരു സൽഭക്തനായി ഇതൊക്കെ വായിച്ചും പഠിച്ചും ഭഗവാൻ ഭക്തി വർദ്ധിക്കുന്നൊരു അയാളുടെ വാസന അങ്ങനെയാണെങ്കിൽ എന്തുവരും? ആ ആത്മാവും, അതായത് ഈ ദേഹം മരിക്കുമ്പോൾ അടുത്ത ജന്മം അയാൾ തനിയൊരു ഒരു സാത്വിക ഭക്തനായി തന്നെ വരും. ഇങ്ങനെ നമ്മൾ എന്ത് ഭാവന ചെയ്യുന്ന അതുപോലെ വരുമെന്നറിഞ്ഞാലും അതാണ് എല്ലാ ജന്തുക്കൾ അന്തർഭാഗേ നമ്മുടെ എല്ലാ ഉള്ളത്തിൽ ജീവരൂപനായിരുന്ന് നമ്മൾ പരമാത്മാൻ്റെ അംശമാണ് ഈ ജീവൻ. അതാണ് നമ്മൾ ആത്മാക്കൾ എന്ന് പറയുന്നത്. നമ്മളെ വിളിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് നമ്മളിലുണ്ട് ആത്മാവ്. പരമാത്മാവിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മളെ ജീവാത്മാവെന്ന് വിളിക്കുന്നു. നമ്മളെല്ലാം ജന്തുക്കളാണ്. ജന്തുക്കളുടെ അന്തർഭാഗത്തിൽ ഉള്ളത്തിൽ ജീവരൂപനായിരിക്കുന്ന ആര്? ആത്മാവ്. അന്തരാത്മാവായുള്ള പരമാത്മാവ് തന്നെ ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും ഭഗവാൻ പോലും ഇവിടെ ഭാവനയ്ക്ക് 14 ലോകവും ഭഗവാന്റെ ഭാവനയാണ്. നമുക്കും ഭാവനയുണ്ട്. പക്ഷെ നമുക്ക് ഈ 14 ലോകമല്ല, അടുത്ത ജന്മം മതി നമുക്ക്. നമ്മൾ ഇന്ന് എന്ത് ഭാവന ചെയ്യൂ? നിങ്ങൾക്ക് വേണ്ടുന്നത്? മോക്ഷത്തിലേക്ക് പോകണോ? എല്ലാത്തിനും വിരമിക്കൂ, നിങ്ങൾ പ്രകാശിക്കൂ, എല്ലാത്തിനും വിമുക്തനായി ഈ ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോക ജീവിതത്തിലെ സർവ്വത്തിനും വിമുക്തനായി എപ്പോഴും പരമാത്മാവിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഇങ്ങനെ പ്രകാശിച്ച് വേറൊരു ചിന്തയും കൂടാതെ ഈശ്വരനെ തന്നെ അറിഞ്ഞറിഞ്ഞ് സുഖം പ്രാപിച്ചിരിക്കൂ, മോക്ഷത്തിലേക്ക് പോകാം. അതല്ല, ഈശ്വരനെ ഭക്തിയായി പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്ക് വരും ജന്മങ്ങളിൽ നല്ലൊരു ഭക്തനും വേണ്ട ധനവും സുഖവും ഒരു അസുഖവും ഇല്ലാതെ ഒരു ദാരിദ്ര്യ ദുഃഖമില്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യുന്നൊരു പുണ്യാത്മാവായി വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അങ്ങനെ മനനം ചെയ്യൂ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മനനം ചെയ്യണം. എപ്പോഴും അത് തന്നെ ചിന്തയിലിരിക്കണം. എന്നാലല്ലേ ഇന്നേ ചെയ്തെങ്കിലല്ലേ മരണസമയത്തും അതിങ്ങനെ സാധകം പോലല്ലേ ഇരിക്കൂ. ഇല്ലെങ്കിൽ എന്ത് വരും? ഭക്തിയും വേണം, അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല. സമയത്തിന് ഭക്തി, ദൈവത്തോട് ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ മരണസമയത്ത് വേണ്ടാത്ത രോഗങ്ങളൊക്കെ പിടിപെട്ട് ഓർമ്മയില്ലാതെയും മനനം ചെയ്യാതെയൊക്കെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അയ്യോ എന്നാണ് വിളിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും. അതുകൊണ്ട് ഭക്തി ഉണ്ടെങ്കിൽ അയ്യോ എന്നൊന്നും വിളിക്കില്ല, ഭഗവാൻ തന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും. പരമാത്മാവ് കൊണ്ട് നമ്മളെ പോയിട്ട് നമ്മുടെ പുണ്യം തീരുവോളം സ്വർഗത്ത് കൊണ്ടിട്ടിട്ട് അവിടെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ആ പുണ്യങ്ങളെല്ലാം തീരും. കാരണം പുണ്യം ചെയ്തവരായിരിക്കണം. എന്നിട്ട് വീണ്ടും ജനിക്കണമെന്നുള്ള മനസ്സുണ്ടാവണം. അപ്പോഴും നമ്മൾ വീണ്ടും ഭൂമിയിൽ നിന്ന് നല്ലൊരു പുണ്യാത്മാവായി, നല്ല ധനികനായി, മറ്റുള്ളവർക്കൂടെ ദാനധർമ്മങ്ങൾ കൊടുക്കത്തക്കൂടെ നല്ലൊരു സുന്ദരിയായോ ഒരു ജീവിതം നമുക്ക് നയിക്കാം. എല്ലാം നമ്മുടെ ഭാവന പോലെയാണ്. എന്ത് വേണേലും അതുപോലെ. പക്ഷേ ദുഷ്കർമ്മം ചെയ്ത് വെറും നരകക്കുഴി വീണ് ദുഃഖിക്കാതെ ഇരിക്കാൻ ശ്രമിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അത് നല്ലതല്ല, അത്രയും കഷ്ടതകളാണ്. അതുകൊണ്ടാണ് പറയാം. അതുകൊണ്ട് ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും ഭാവന കൊണ്ട് തന്നെ ജന്മവും ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ഭാവനയാണ് നമുക്ക് ജന്മം ഉണ്ടാക്കുന്നത്. വരും ജന്മങ്ങൾ വരണമെങ്കിൽ നമുക്ക് ഭാവന നമ്മുടെ മനസ്സിലെ മനക്കോട്ട ഭാവനയല്ലോ 14 ലോകവും നൂനം. അപ്പോൾ ഭഗവാൻ പോലും ഭാവന ചെയ്താണ് ഈ 14 ലോകവും സൃഷ്ടിച്ചേക്കുന്നത്. ഭാവന കൊണ്ടു തന്നെ സർവവും ഉണ്ടാകുന്നു. അപ്പോൾ ഭഗവാൻ എന്താ ഭാവനയാണ്. ഈ പ്രകൃതിയെല്ലാം ഇവിടെ ഭഗവാന്റെ ഭാവനയാണ്. നമ്മളെല്ലാം ഇവിടെ ജഗത്തും 14 ലോകവും ഭഗവാന്റെ ഭാവനയാണ്. നമ്മുടെ എല്ലാം ഉള്ളത്തിൽ അന്തരംഗത്തിലിരുന്ന് നമുക്കെന്താ ഭാവന അത് ചെയ്തു തരുന്നു ഭഗവാൻ. നമ്മുടെ വാസനയ്ക്കൊത്ത് അടുത്ത ജന്മം നമ്മൾ അങ്ങനെ ആക്കി കിടക്കുന്ന നമ്മുടെ ഉള്ളത്തിലെ ആത്മാവ്. നമ്മുടെ ഉള്ളത്തിൽ ആത്മാവ് ഉണ്ടല്ലോ, ജീവാത്മാവ്. അതുകൊണ്ട് ഭാവന കൊണ്ടു തന്നെ ജന്മവും ഉണ്ടാകുന്നു. ഭാവനയല്ലോ 14 ലോകവും നൂനം. ഭാവന കൊണ്ടു തന്നെ സർവവും ഉണ്ടാകുന്നു. അപ്പോൾ ഭാവന കൊണ്ടാണ് ഈ സർവ്വം എന്തൊക്കെ നമ്മൾ കാണുന്നതൊക്കെ ഭാവനയാണ്. കർമ്മങ്ങൾ മനോഭാവം കൊണ്ടുളവായിടുന്നു. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ മനോഭാവം കൊണ്ടാണ് വരുന്നത്. കർത്താവങ്ങ് അസ്വതന്ത്രനായിടും. പിന്നെ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മവും ആ കർമ്മം നമ്മൾ കർത്താവുമാണ്. അപ്പോൾ കർത്താവങ്ങ് എന്ത് ചെയ്യുന്നു? അസ്വതന്ത്രനായിടും. സ്വതന്ത്രം ഇല്ല. ഇങ്ങനെ അതായത് നമ്മളെ ജീവാത്മാവ് ആണ് ഇവിടെ കർമ്മം. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന കർമ്മം ഇതിപ്പോൾ ഭാഗവതം വായിക്കുന്ന ഒരു കർമ്മമാണ്. നിങ്ങളൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുന്നെങ്കിൽ അത് കർമ്മമാണ്. ചെയ്യുന്ന ആൾ
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിന് അതിനെ കർത്താവെന്നും പറയുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? ജീവാത്മാവിനെയാണ് കർത്താവ്. അത് നമ്മളെല്ലാവരുടെ ഉള്ളത്തിലുള്ളത്. അത് അസ്വതന്ത്രനാണ്, സ്വതന്ത്രം ഇല്ല. എന്താ കാരണം? ഇങ്ങനെ ദീനഭാവം കൈക്കൊള്ളും കർത്താവ് ഇന്നിഹ. കാരണം എന്താ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, 10 ഭാര്യമാരുള്ള ഒരു ഭർത്താവിന് എന്താ എപ്പോഴും മനക്ലേശമല്ലേ? അപ്പോൾ ആർക്കാണ് ഇതൊക്കെ കണ്ട് ഭ്രമിച്ചിരിക്കുന്ന? ആ ജീവാത്മാവാണ്. എന്നുവെച്ചാൽ അങ്ങ് അസ്വതന്ത്രമല്ലേ? എപ്പോഴും എന്തെല്ലാം 10 പേർക്കും 10 രീതിയായിരിക്കും. ഒത്തിരി ഭാര്യമാരുടെ കാര്യം അന്വേഷിക്കുന്ന ഒരു ഭർത്താവിൻ്റെ പരിഭ്രമം എന്തായിരിക്കും? അതിൽ അയാളുടെ ഉള്ളത്തിരിക്കുന്ന ആ ആത്മാവിന് എന്ത് ദുഃഖമാണ് എന്നുവെച്ചാൽ ഇതൊക്കെ കണ്ടിരിക്കുകയല്ലേ, ഒന്നിനോടും ബന്ധമില്ലെങ്കിൽ ഇതൊക്കെ കണ്ട് വിഷമിക്കുകയല്ലേ. അതുപോലെ കർത്താവ്, അതാ നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് അസ്വതന്ത്രനായിട്ട് സ്വതന്ത്രമില്ലാതെ ഇങ്ങനെ ദീനഭാവം കൈക്കൊള്ളും. അങ്ങ് ദുഃഖ ദുരിതങ്ങൾ ഇങ്ങനെ ശരീരത്തിനടന്നിങ്ങനെ വരുമ്പോൾ ബന്ധമില്ലാത്ത ആത്മാവാണെങ്കിലും അത് ദീനപ്പെട്ടിരിക്കുന്നു. ദീനഭാവം കൈക്കൊള്ളും കർത്താവ് നിഹ. ഇവിടെ സുഖദുഃഖ കർമ്മത്താലുള്ള ഫലം ഏതെന്ന് വിശേഷമായി നിത്യമായി ഉണ്ടായെന്ന് ചേതസ് വിചാരിച്ചാൽ ഒന്നുമേ നിത്യമല്ല താനും. ഇതൊന്ന് എന്തൊക്കെ ഇങ്ങനെ വിചാരിച്ചാലും ഇവിടെ സുഖദുഃഖ കർമ്മങ്ങളുള്ള ഫലം ഏതൊന്ന് വിശേഷമായി നിത്യമായി ഉണ്ടായി, ഇത് നിത്യമായിട്ടുള്ളതൊന്നും അല്ല. അതുകൊണ്ട് മനസ്സിൽ വിചാരിച്ചാൽ ഒന്നുമേ ഇത് നിത്യമല്ല. വിദ്വാൻമാരായ ശരീരികൾക്ക് സുഖദുഃഖം എത്രയും അനിത്യമെന്ന് അകമേ ബോധിക്കയാൽ ഈ വിദ്വാൻമാർ, ഈ ബുധന്മാർ, അതായത് ഇതിനെ അറിവുള്ള ജ്ഞാനികൾ ശരീരികൾക്ക് എന്തുവരും? സുഖവും ദുഃഖവും എത്രയും അനിത്യമാണെന്ന് അവരുടെ ഉള്ളം അറിയും. ഒരു അറിവുള്ള ജ്ഞാനിയുടെ ഉള്ളത്തിൽ അറിയാം സുഖവും ദുഃഖവും സത്യമല്ല, നിത്യമല്ല. സുഖം ഇന്ന് 2 ദിവസം അല്ലെങ്കിൽ 10 ദിവസം നമുക്ക് സുഖമാണെങ്കിൽ ഒരു ഏറിയ സമയമാണ് ദുഃഖം. 15 ദിവസവും ദുഃഖമായിരിക്കും. 10 ദിവസം നമുക്ക് സുഖമാണെങ്കിൽ 15-ൽ കൂടുതലെങ്കിലും നമുക്ക് ദുഃഖമാകും. അതുകൊണ്ട് വിദ്വാൻമാർ എന്ത് കാണുന്നു? ഈ ശരീരങ്ങൾക്ക് വിദ്വാൻമാരുടെ സുഖ ദുഃഖം എത്രയും അനിത്യമെന്ന്, നിത്യമല്ലെന്ന് ഉള്ളത്തിൽ ബോധിക്കും, അവർക്കറിയാം. അതുകൊണ്ട് മുക്തന്മാരെന്ത് ചെയ്യുന്നു? സുഖ ദുഃഖ ബന്ധ മോക്ഷങ്ങൾ എല്ലാം നിത്യമല്ലെന്നങ്ങ് അറിയും. അപ്പോൾ ഈ മുക്തന്മാർ, ഇതെന്നെല്ലാം വിരമിച്ച മുക്തന്മാർ, ഈ ലോകം ഇങ്ങനത്തെ ആണ്, അതുകൊണ്ട് ഇതെന്നെല്ലാം വിമുക്തനായി മാറിയിട്ട് അവർ ഈ സുഖദുഃഖം, ഈ ലോകത്തിൻ്റെ സുഖദുഃഖം, അതുപോലെ തന്നെ ബന്ധവും മോക്ഷവും. ബന്ധം എന്താണ്? കെട്ട്, എന്നുള്ള കെട്ട്. മോക്ഷം എന്താണ്? ഇതെന്നെല്ലാം വിരമിക്കുക, മുക്തനാവുക. അപ്പോൾ ബന്ധവും മോക്ഷവും 2ആണ്, ദുഃഖവും സുഖവും 2ആണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖദുഃഖവും അതുപോലെ തന്നെയാണ് ബന്ധം ഒന്ന്, മോക്ഷം ഓപ്പോസിറ്റ്. മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തനായി മാറുക, ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിടുക, ഇവിടെ എൻ്റെ എന്നുള്ള മമതയിൽ കെട്ടിട്ട് കിടക്കുക, അത് ബന്ധം. ഈ ബന്ധവും മോക്ഷവും സുഖവും ദുഃഖവും നിത്യമല്ലെന്നറിയും ഒരു വിദ്വാൻ. അയാൾ എന്ത് ചെയ്യും? ധ്യാന യോഗാത്മാക്കളായി സുഖദുഃഖങ്ങൾ 2 മംഗലമല്ലെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഒരു ധ്യാനം ചെയ്യുന്ന, ഒരു തപസ് ചെയ്യുന്ന ഒരു യോഗി, ഒരു പരബ്രഹ്മത്തെ അറിയുന്നൊരു സന്യാസി ഈ സുഖദുഃഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖവും ദുഃഖവും അല്ലെങ്കിൽ മോക്ഷവും ബന്ധനവും ഇതെല്ലാം നിത്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ധ്യാന യോഗാത്മാക്കളായിക്കൊണ്ട് സുഖദുഃഖങ്ങൾ 2 മംഗലമല്ലെന്ന് ഓർത്ത്, ഇത് 2ഉം നല്ലതല്ല, ഇതൊന്നും മംഗളകരമല്ല എന്നോർത്തിട്ട് സുഖമായി വസിക്കുന്നു ധൈര്യ ബുദ്ധ്യാത്മാക്കളായി. എന്താ സുഖമായി വസിക്കുന്നത്? അതിൻ്റെ ഉദാഹരണമാണ് അവധൂതൻ. എന്താ ഇത്ര സുഖത്തോടുകൂടി കഴിയുന്നത്? അദ്ദേഹത്തിന് ബന്ധം എന്താണെന്നും മോക്ഷം എന്താണെന്നും ഈ ലോകത്തിലെ സുഖം എന്താണെന്നും ദുഃഖം എന്താണെന്നും ഭാര്യ എന്താ, ഭർത്താവ് എന്താ, മക്കളെന്താ, ധനമെന്താ, ഇതൊന്നിലും ചിന്തയില്ല. കാരണം എന്താ? ഇതൊക്കെ നിത്യമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 24 ഗുരുക്കന്മാരുണ്ടായിരുന്ന അദ്ദേഹത്തിന് ശരീരവും ഗുരുവായി മാറി. അദ്ദേഹം മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ സുഖദുഃഖങ്ങളും ബന്ധമോക്ഷങ്ങളും ഒന്നും നിത്യമല്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? സുഖമായി കഴിയുന്നു, ഇതൊന്നും ചിന്തിക്കാതെ ആനന്ദത്തിൽ പരബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരുന്നു കൊണ്ട് നിത്യവും പ്രകാശിച്ചുകൊണ്ട് തിളങ്ങിക്കൊണ്ട്. ഇല്ല, വിറക് എങ്ങനെ തിളങ്ങുന്നേ അതുപോലെ അദ്ദേഹം തിളങ്ങി പ്രകാശിച്ചുകൊണ്ട് ഇങ്ങനെ സുഖത്തോടുകൂടി ഇരിക്കുന്നു. ഇങ്ങനെ നമുക്ക് സുഖം വേണോ അതോ ഈ ദുഃഖ ദുരിതത്തിൽ കിടന്ന് ഉഴലണോ? അതുകൊണ്ട് അയാളെപ്പോലെ, അതായത് അവധൂതൻ, ഇതുകൊണ്ട് സുഖ ദുഃഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖവും വേണ്ട ദുഃഖവും വേണ്ട, മംഗളമല്ല ഇതൊന്നും. അതുകൊണ്ട് അയാൾ സുഖമായി വസിക്കുന്നതൊന്നും ചിന്തിക്കാതെ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ആനന്ദ സുഖം, പരബ്രഹ്മത്തിൽ ലയിക്കുന്ന, പ്രകാശിച്ച് ഈശ്വരനിൽ തന്നെ ലയം പ്രാപിച്ചിരിക്കുന്ന ആനന്ദ നിർവൃതി, ആ ഒരു പരമാനന്ദ സുഖത്തിൽ വസിച്ചു ധൈര്യ ബുദ്ധ്യാത്മാക്കളായി
ഇരിക്കുകയാണ് അവധൂതൻ. നമ്മളും ഇതുപോലെ സുഖത്തിലിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഭാവനയ്ക്കൊത്ത് ഇനി ജനനം എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ഒരു സുഖത്തോട് എങ്ങനെ ഈ ലോകത്തിൽ തന്നെ ധനികനും ദുഃഖ ദുരിതങ്ങളില്ലാതെയും വലിയ ആപത്തില്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്തും നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തും ഭഗവാനെ അങ്ങനൊരു ജന്മം തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി നല്ല പ്രവൃത്തി ചെയ്തും യാതൊരു അനിഷ്ടങ്ങൾ ചെയ്യാതെ എല്ലാവർക്കും ഭഗവാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വേണം. ധർമ്മം ചെയ്യാനും അത് ദാനധർമ്മങ്ങൾ ചെയ്യാനും നല്ല പ്രവൃത്തികളും എല്ലാം ആകുകയാണെങ്കിൽ ദൈവം വിചാരിക്കും ശരിയാ, അവൻ ഇപ്പോഴേ ഉണ്ട് ഈ ചിന്ത, അവൻ്റെ ഭാവന ശരി തന്നെ, അവൻ ആ ഒരു ജന്മം തന്നെ കൊടുക്കാം എന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ തുടങ്ങണം. അല്ലാതെ കർമ്മങ്ങളെല്ലാം ഒന്നും നോക്കാതെയും ഭക്തിയില്ലാതെയും എങ്ങനെയൊക്കെ ആയി മരിക്കാറാമ എനിക്ക് ഭാവനയാ ഒന്നും നടക്കത്തില്ല. അപ്പോഴാ സമയത്ത് ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. നമുക്ക് വേറെ ദുഃഖ ദുരിതങ്ങൾ വന്നുകൂടും. അത് വരാതിരിക്കണമെങ്കിൽ ഇന്നേ നിങ്ങൾ പ്രയത്നിച്ചോണം. അത് ഏതിനായാലും ഈശ്വരനെ ആരാധിച്ച് മോക്ഷത്തിലേക്ക് പോകണമെങ്കിലും പെട്ടെന്നാവണമല്ല, ഇത് സമയമില്ല, സമയം പോയി. അതുകൊണ്ട് ഇങ്ങനെ ധൈര്യബുദ്ധാത്മാക്കളായിരിക്കണം ഒരു അവധൂതൻ, ഒരു യഥാർത്ഥ ബുദ്ധിമാൻ, ഒരു ജ്ഞാനി. തിളങ്ങി എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കാൻ ഒരു വിദ്യയാണോ അല്ലെങ്കിൽ ഒരു കൃപയാണോ, ഒരു നോട്ടത്തിൽ, ഒരു പുഞ്ചിരിയിൽ മറ്റുള്ളവർക്ക് വിഷമങ്ങളുണ്ടോ, ഒരു ദയാലുവായും ഒരു എന്താ പറയുക കൃപയോടുകൂടി ഇരിക്കുന്ന ഒരു അവധൂതനായി അങ്ങനെ മാറാങ്കി ഏറ്റവും നല്ലത്. പിന്നെ അല്ലാത്ത ഇനി മൂഢന്മാരെങ്ങനെയാ? മൂഢന്മാർ അഹങ്കരിച്ച അകമേ അജ്ഞാനത്താൽ ഗൂഢമായൊരു പരമാർത്ഥ ബോധം ഇല്ലാതെ ഇല്ലാതെ മൂഢന്മാർക്ക് യാതൊരു പരമാർത്ഥം അറിയത്തില്ല. അവരഹങ്കരിച്ച് അകം ഞാൻ എന്നുള്ള അഹങ്കാരം എടുത്തുകൊണ്ട് ഗൂഢമായത് എന്താ രഹസ്യമായി നമ്മുടെ ഉള്ളത്തിലൊരു പരമാത്മാവുണ്ട്, ഒരു ജീവാത്മാ പരമാത്മാ ബന്ധപ്പെട്ട് നമ്മൾ ഒന്നായി തീരണമെന്നുള്ള അറിവില്ലാതെ, ഗൂഢമായൊരു പരമാർത്ഥത്തെ ബോധമില്ലാതെ അറിവില്ലാതെ അവരെന്ത് ചെയ്യുന്നു? അജ്ഞാനി അഹങ്കാരികളായിട്ട് മൃത്യുവെ ദുഃഖമാക്കി കൈക്കൊണ്ടങ്ങ് ഉഴലുന്നു. അവർ മരണത്തെ തന്നെ കാത്തിരിക്കുന്നു. കാരണം ദുഷ്കർമ്മികളാണ്, അവർക്ക് അറിവില്ല. അവർ മൃത്യുവെ ദുഃഖമാക്കി എന്നിട്ട് അതിനെന്ത് കൈക്കൊണ്ടങ്ങിരിക്കുക. എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മരണത്തെ ഭയന്ന് ഇങ്ങനെ മരണം ഇങ്ങനെ കുത്തിയിരിക്കുക. ഈശ്വരനെ അറിയില്ല. അവർക്ക് മൂഢന്മാരെ അറിവില്ല. ഇന്ന് ലോകത്ത് ഒരുപാട് കാണുന്നുണ്ട് നമ്മളങ്ങനെ. അവർ ഒന്നീ ദുഃഖ ദുരിതത്തിലും വേദന കൊണ്ട് പൊളഞ്ഞും അസുഖങ്ങൾ കൊണ്ട് പൊളഞ്ഞും എപ്പോഴും ഞാൻ ഇപ്പം മരിക്കും മൃത്യുവെ തന്നെ ഇങ്ങനെ ദുഃഖമാക്കി, അയ്യോ എനിക്ക് വേദന, എനിക്ക് വിഷമം, എനിക്കിതില്ല, ഞാനിപ്പം മരിക്കും, ഇങ്ങനെ ഭയത്തെ ചിന്തിച്ച് അത് കൈക്കൊണ്ടങ്ങിരിക്കുക. അവർക്ക് അറിവില്ല ഈശ്വരൻ ഇങ്ങനെ ഉണ്ടെന്നുള്ള രഹസ്യമായിരിക്കുന്ന ഒരു പരബ്രഹ്മം നമ്മളെ ഉള്ളത്തിലുണ്ട്, ജീവാത്മാവായി ഇരിപ്പുണ്ട്. അതിനെ അറിവില്ല. അറിഞ്ഞെങ്കിലല്ലേ അങ്ങനെ അതിനായിത്തീരാൻ പറ്റൂ. അറിവില്ലാതെ ദുഃഖപ്പെട്ട് ഒരു ജ്ഞാനമില്ലാതെ അവർ മരണത്തെ ഓർത്തിരിക്കുക. എന്താ ഓർക്കാൻ കാരണം? എപ്പോഴും ദുഃഖ ദുരിതങ്ങളാണ്. ദുഃഖവും ദുരിതവും വരുമ്പം ദൈവമേ എനിക്കിങ്ങനെ എന്നുള്ള ദൈവമേ പോലും പറയില്ല. ദുഃഖത്തിൽപ്പെട്ട് എനിക്കിങ്ങനെയാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തോന്തോ, ഇപ്പം ഞാൻ ഒരു അസുഖം വരുമ്പം പേടിയാ, ഞാൻ ഇപ്പം മരിക്കും. കാരണം ഉള്ളത്തെ ബോധമില്ല, ജ്ഞാനമില്ല, ഈശ്വരജ്ഞാനമില്ല, അറിവില്ല. അപ്പോൾ ഒരു അസുഖം വന്നാൽ ധൈര്യമില്ല. ഈശ്വരജ്ഞാനം അറിവുള്ളവർക്കാണെങ്കിൽ അസുഖം വന്നാൽ പിന്നെ അസുഖം അവിടെ അസുഖമേ, ഇത് ഞാനാണ്, എൻ്റെ പരമാത്മാവാണ് എൻ്റെ ഉള്ളതിന് വേണ്ടി, ഈ അസുഖമൊന്നും ഇങ്ങോട്ട് ബാധിക്കത്തില്ല എന്ന് ധൈര്യപൂർവ്വം ഇരിക്കുന്ന ഒരു സന്യാസിക്കാകാം. അവർക്ക് ഏശത്തില്ല അങ്ങനെ. പിന്നെ എന്തെങ്കിലും വാസന കഴിഞ്ഞ ജന്മത്തെ കിടപ്പുണ്ടെങ്കിൽ അറിയില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നല്ല ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. നമ്മുടെ ഉള്ളതിൽ എന്താ പ്രകാശിച്ചിരിക്കുക. എപ്പോഴും പരമാത്മ ചൈതന്യത്തിൽ തന്നെ ഇരിക്കുന്നൊരു വ്യക്തിക്ക് വലിയ അസുഖങ്ങളൊന്നും പെട്ടെന്ന് ബാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ മക്കളും ചിന്തിക്കൂ, എങ്ങനെ ആയിത്തീരണം, അതുപോലെ ശ്രദ്ധിക്കൂ. നന്മയിലേക്ക് കടന്ന് പോകണമെങ്കിൽ ഇതൊക്കെ മനനം ചെയ്യണം. ഈ കേൾക്കുന്നതെല്ലാം ഓർത്തോർത്ത് മനനം ചെയ്ത് ഹൃദയത്തിൽ നിറച്ച് ചൈതന്യത്തെ ഉൾക്കൊണ്ടിരിക്കണം, ഈശ്വരപ്രകാശം ഉൾക്കൊണ്ടിരിക്കണം. അതാണ് എപ്പോഴും ഇടതടവില്ലാതിരിക്കണമെങ്കിൽ ഇടതടവില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഈശ്വരനെ അറിയുകയും ചെയ്തെങ്കിലേ നമ്മുടെ ഉള്ളത്തിലെ പ്രകാശം, അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലേക്ക് പോകും. മനസ്സിൽ നിന്ന് ഈശ്വരനിലേക്ക് പോകുന്ന വ്യക്തികൾ ലക്ഷ്യം എത്രത്തോളം നമ്മൾ മടുക്കാൻ പാടില്ല. എപ്പോഴും ഈശ്വര വചനങ്ങൾ ഉള്ളത്തിൽ മനനം ചെയ്തിരുന്നാൽ മാത്രമേ ഈ ലോകത്തിലേക്ക് നമ്മൾ ഇന്ദ്രിയങ്ങൾ പൊപ്പോയാൽ പിന്നെ ഉള്ള ജ്ഞാനം കൂടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.